ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുത്തേക്കില്ല. സംഗമവുമായി സഹകരിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഇന്നലെ ചേർന്ന മുന്നണി യോഗത്തിൽ ശക്തമായി ഉയർന്നത്. തീരുമാനം പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ 10:15 വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, സഹകരിക്കണമെന്നും സഹകരിക്കരുതെന്നും ശക്തമായ അഭിപ്രായം UDF-ൽ ഉയർന്നു വന്നിട്ടുണ്ട്. NSS അടക്കം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ പങ്കെടുക്കാതിരിക്കരുത് എന്ന നിലപാടുകാരുമുണ്ട്. അതിനിടയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു പൊതു തീരുമാനത്തിലേക്ക് പോവുകയാണോ? ഘടകകക്ഷികളടക്കം അവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് UDF-ൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ? തീരുമാനം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? പ്രതീഷ്. റിജിത്ത്, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കിയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. ഈ പരിപാടിയുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ പിന്നാലെ മുന്നണിക്കുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായം ഉണ്ടായതോടുകൂടിയാണ് പൊതുവായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ UDF കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്നത് ഈ പരിപാടിയുമായി സഹകരിക്കേണ്ട എന്നതാണ്. കാരണം ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് UDF-ൽ പൊതുവെ വികാരം ഉയർന്നു. CPM-ഉം സർക്കാരും രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനാണ് അയ്യപ്പ സംഘം ഉപയോഗിക്കുന്നതെന്നും ചില ഘടകകക്ഷി നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുമായി സഹകരിക്കേണ്ട എന്നുള്ള ഒരു നിലപാടാണ് UDF-നുള്ളത്. ഇക്കാര്യത്തിലെ ഔദ്യോഗിക തീരുമാനം ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കും. 10:15 പ്രതിപക്ഷ നേതാവിൻ്റെയും UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെയും സംയുക്ത വാർത്താ സമ്മേളനമുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ ഈ സമുദായ സംഘടനകളുടെ പിന്തുണയായിരുന്നു. പ്രബല സമുദായ സംഘടനയായ NSS-ഉം SNDP-യും ഈ അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെയാണ് ഈ കടുത്ത വിയോജിപ്പുമായി മുന്നോട്ട് പോയാൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക കോൺഗ്രസിലും UDF-ലും ഉയർന്നത്. പക്ഷേ നിലവിൽ ഈ ദേവസ്വം ബോർഡാണ് ഈ പരിപാടി നടത്തുന്നതെങ്കിലും സർക്കാരാണ് മുഴുവനായും ഇതിൻ്റെ ഒരു നടത്തിപ്പും മറ്റു കാര്യങ്ങളും വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു സഹകരിക്കേണ്ട എന്നുള്ള ഒരു വികാരമാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോകാനായിരിക്കും തീരുമാനം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഈ സുപ്രീം കോടതിയിലെ നിലപാട് സർക്കാരും ദേവസ്വം ബോർഡും പിൻവലിക്കണമെന്ന ഒരു ആവശ്യം കൂടി കോൺഗ്രസും UDF-ഉം മുന്നോട്ട് വയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. രജിത്ത.